വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഗോൾഡ് പർച്ചേസിന് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയത് നമ്മുടെ നെടുങ്കണ്ടത്തുള്ള ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് പോയത്. അപ്പോൾ കല്യാണത്തിന് മുന്നേ ആണെങ്കിലും എപ്പോഴും ഞാൻ ഗോൾഡ് വാങ്ങാറുള്ളത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചേട്ടനുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് പൈസയൊക്കെ നേരത്തെ കൊടുക്കും, പിന്നെ കുറച്ച് പൈസയും കൂടെ കൊടുത്ത് അങ്ങനെ വാങ്ങും. അപ്പോൾ എപ്പോഴും ചെല്ലുമ്പോൾ എനിക്ക് എല്ലാ മോഡൽസും എടുത്ത് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാനിങ്ങനെ എമൗണ്ടൊക്കെ ചോദിച്ചിട്ട് പോവും, പിന്നെ കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് ഞാൻ വാങ്ങും കേട്ടോ. അപ്പോൾ എൻ്റെ കല്യാണത്തിനും ഇവിടുന്ന് തന്നെ ഗോൾഡെല്ലാം പർച്ചേസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് നമ്മൾ എല്ലാ ഗോൾഡും ഇവിടുന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. വേറെ എവിടുന്നും മോതിരം പോലും നമ്മൾ KGസിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടുന്നാണ് എടുത്തത്. പിന്നെ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ പുതിയ കളക്ഷൻസൊക്കെ അപ്പം തന്നെ നമ്മൾ കാണിച്ചു തരും. ഭയങ്കര ആയിട്ടുള്ള നല്ല കസ്റ്റമർ സർവീസാണ്. അതുപോലെ തന്നെ ഭയങ്കര ഫ്ലെക്സിബിളാണ്. നമുക്ക് സമാധാനമായിട്ടിരുന്ന് നമുക്ക് എല്ലാം കാണാൻ പറ്റും, അതുപോലെ തന്നെ എല്ലാം വാങ്ങാൻ പറ്റും. പുതിയ കളക്ഷൻസ് കാണിക്കും. അങ്ങനെയൊക്കെ എനിക്ക് ഗോൾഡിനേക്കാളും ഇഷ്ടം ഡയമണ്ട് ആ ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ഒരു വളയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, ഡയമണ്ടും റൂബിയും കൂടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ കുറേ ഡയമണ്ട് കളക്ഷൻസാണ് ഇതൊക്കെ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കൂടുതലും നോക്കാറുള്ളത് ഡയമണ്ട് കളക്ഷൻസാണ്. അപ്പോൾ അച്ഛനുള്ളത് കൊണ്ട് അതൊന്നും എടുപ്പിക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ ഞാൻ വാങ്ങുന്നതൊക്കെ കൂടുതലും ഡയമണ്ട്സാണ് കേട്ടോ. ഇതൊരു അടിപൊളി ചെയിനാണ്. അപ്പം ഈ ചെയിനിന് മാച്ചാകുന്ന ഒരു ബാങ്കിളും ഉണ്ട്. അപ്പോൾ അത് റൂബിയാണ് കേട്ടോ, ആ ഒരു പിങ്ക് കളറിൽ കാണുന്ന സ്റ്റോൺ. അത് ഞാൻ ഇട്ട് നോക്കി, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട്. അപ്പം റിങ്ങും ആ ഒരു ബാങ്കിളും നെക്ലേസും ഞാൻ ഇട്ട് നോക്കി. അപ്പോൾ ഗൈസ്, അതിന് ശേഷം എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സ്വർണ്ണമൊക്കെ ഞാൻ സെലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏതാണ് വാങ്ങിക്കാൻ പോണേ ഏതാണെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നില്ല, കാരണം അതൊക്കെ കല്യാണത്തിൻ്റെ തന്നെ സർപ്രൈസാണ്. പിന്നെ സാരിയും കുറച്ച് സർപ്രൈസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതേണ്ട് നമ്മുടെ സ്വർണ്ണമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. അപ്പോൾ അത് എന്ത് തൂക്കം വരും, എത്രയാണെന്നൊക്കെ അവരിങ്ങനെ പറയണം. അപ്പോൾ അതിന് ചേരുന്ന കമ്മലും, അപ്പോൾ ഇതാണ് ഒറ്റ സെറ്റായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ വളയും അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് കുറച്ച് കൂടുതൽ മാലകൾ വേണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ കുറച്ച് ഫുള്ളായിട്ടൊരു നമ്മുടെ ഒരു ഫുൾ കവർ ചെയ്ത് പോലെ എനിക്ക് വള കുറവാണെങ്കിലും മാല അത്രയും വേണം എന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ എടുത്തത് ഏതാണെന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ തൂക്കവും കാര്യങ്ങളൊക്കെ അവർ പറയുകയാണ് ഗൈസ്. അങ്ങനെ അവിടെ അതൊക്കെ ഇട്ടു. ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണത്തിന് എല്ലാ സ്വർണവും ഹിമയിൽ നിന്ന് തന്നെ എടുക്കണമെന്ന്. എൻ്റെ കല്യാണത്തിന് എനിക്ക് വേണ്ടിയിട്ടുള്ള സ്വർണം എല്ലാവരും അവിടുന്ന് എടുത്തതും ഹിമയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടുള്ള സ്വർണ്ണങ്ങളും എല്ലാവരും എടുത്ത ഹിമയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ഹിമ എപ്പോഴും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം നമ്മുടെ നെടുങ്കണ്ടത്ത് നമുക്ക് അത്രയും കളക്ഷൻസ് വേറെ എവിടെയും കിട്ടാറില്ല കേട്ടോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്ത് തരും, നമ്മൾ പറയുന്ന അതേ ഡിസൈനൊക്കെ. അതിനുശേഷം എൻ്റെ ഹൽദിക്കുള്ള ഡ്രസ്സ് തപ്പി ഞാൻ കുറേ നടന്നു ഗൈസ്. അവിടെ ഫുള്ളും നടന്നു, കാരണം ഓൺലൈനിൽ വന്ന ഡ്രസ്സ് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ കസിൻ അപ്പോഴത്തേക്ക് അങ്ങോട്ട് വന്നു. അപ്പോൾ കുട്ടിയാണ് അവൾ എന്താണ് എന്നോട് പറഞ്ഞു, അവളെപ്പോഴും ഡ്രസ്സ് എടുക്കാറുള്ള മംഗല്യകളാണ്. അങ്ങനെ ഈ ആൻറ്റി അവളുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ അവിടെ ഓടി ചെന്ന് അവൾ ആൻറ്റിയോട് പറഞ്ഞു, എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്, അപ്പം അതിന് ഡ്രസ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ ചേച്ചി പറഞ്ഞു, മഞ്ഞയല്ലേ അത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി പോയിട്ട് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് അപ്പം തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ അവളുടെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കുന്ന അവിടുത്തെ എൻ്റെ ഡ്രസ്സും തയ്ക്കാൻ കൊടുത്തു. ഞാൻ ഭയങ്കര ഹാപ്പിയായി അവിടെ നിന്ന് വന്നപ്പോൾ. പിന്നെ ഞങ്ങൾ ഒരു ചായയും കടയൊക്കെ കടിച്ചിട്ട് തിരിച്ച് വരികയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഓടി വരാം കേട്ടോ. ടാറ്റാ.